ലിപ്, ടങ്, ടീത്ത്, ജോ, പാലറ്റ് എന്നിവയൊക്കെയാണ് ആർട്ടിക്കുലേറ്റേഴ്സ്. അതായത് these are the structures that help to produce sounds. Articulation is an act of forming sounds. ഈ ആക്റ്റിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരുമ്പോഴാണ് അതിനെ ആർട്ടിക്കുലേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു ഏജ് വരെ ആസ് എ പാർട്ട് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള ക്ലാരിറ്റി ഇഷ്യൂസ് വരുന്നത് വളരെ കോമൺ ആണ്. പക്ഷേ അതൊരു ടിപ്പിക്കൽ ഡെവലപ്മെന്റൽ ഏജ് കഴിഞ്ഞിട്ടും ഡിമിനിഷ് ആയിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ്. ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സിന്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഡിഫക്ട്സ് ആവാം. അതായത് ഫോർ എക്സാമ്പിൾ ക്ലെഫ്റ്റ് അല്ലെങ്കിൽ ടങ് ടൈ പോലത്തെ കണ്ടീഷൻസ് കാരണമാകാം. അല്ലെങ്കിൽ ബ്രെയിനിൽ ഡാമേജ് വരുമ്പോൾ, അതായത് ഡിസാർത്രയ പോലത്തെ കണ്ടീഷൻസ് കാരണമാവാം. അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികൾക്കും ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് വരാം. ഇതും അല്ലെങ്കിൽ അൺനോൺ കോസസ് കാരണവും ആവാം. മെയിൻലി 4 ടൈപ്സ് ഓഫ് ആർട്ടിക്കുലേഷൻ ഡിസോർഡർ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു സൗണ്ടിന് പകരം വേറൊരു സൗണ്ട് പറയുക. ഫോർ എക്സാമ്പിൾ റെഡ് ഇൻ എ ബെഡ് എന്ന് പറയുമ്പോൾ. ഒമിഷൻ, ഒരു സൗണ്ടിനെ ഒഴിവാക്കി പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ സ്നേക്കിന് ഏക്ക് എന്ന് പറയുമ്പോൾ. എഡീഷൻ, ഒരു സൗണ്ട് ചേർത്ത് പറയുക. ഫോർ എക്സാമ്പിൾ ബ്ലാക്കിന് ബലാക്ക് എന്ന് പറയുമ്പോൾ. ഡിസ്റ്റോർഷൻ എന്ന് പറയുമ്പോൾ ഒരു സൗണ്ടിന് ഒരു അൺഫെമിലിയർ മാനറിൽ പറയുമ്പോൾ. നിങ്ങൾക്കോ നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് സ്പീച്ച് ഷോ.